ഗിരീഷേട്ടാ ആ കണക്ക് വിട്ടതിന് ശേഷം പല പ്രൊഡ്യൂസർമാരും ഞങ്ങളെല്ലാം അഡ്വാൻസ് ഒക്കെ ആർട്ടിസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പലരും പോലും ഇട്ടു. 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആർട്ടിസ്റ്റായിരിക്കും. അപ്പം ഒരു പടത്തിൽ അയാൾക്ക് അത്യാവശ്യ ഘടകമെന്ന് ഡയറക്ടർ പറഞ്ഞാൽ അയാളുടെ അടുത്ത് പറഞ്ഞ് 2,00,000 രൂപ ഞാൻ വാങ്ങിച്ചു തരാം, അല്ല 50 രൂപ ഞാൻ എടുക്കും, അടുത്ത പടം നീ 1,50,000 രൂപ. ഒരു പ്രൊഡ്യൂസർ ഇതിൽ ആകർഷിച്ച് വന്ന് ഈ പറയുന്ന അവസ്ഥയിലേക്ക് വന്ന് ആ കുടുംബം പോവുകയല്ലേ. എത്ര കുടുംബങ്ങൾ പോകുന്നു ഇങ്ങനെ. അതുകൊണ്ട് ആ കണക്ക് പുറത്തുവിട്ട നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കണക്ക് ഒരു 10-25 വർഷം മുമ്പേ വിട്ടെങ്കിൽ ഞാനും എടുക്കില്ലായിരുന്നല്ലോ. ഈ 10-30 വർഷമായിട്ട് സിനിമ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലോ, ഇനി സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് താനും. അപ്പോൾ ഈ മെയിൻ താരങ്ങളുടെ പുറകെ പോകുന്ന ഒരുപാട് സമയനഷ്ടം അല്ലെങ്കിൽ പൈസ നഷ്ടമൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പോൾ പുതിയ താരങ്ങളാണോ സേഫ്? മാത്യൂസിനെ വെച്ച് സിനിമ എടുക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണ്. മാത്യൂസൊക്കെ സേഫ് സോണിലാണോ? അല്ല, പുതിയ താരങ്ങൾ അങ്ങനെയല്ല. ഈ ഇപ്പം എന്നിലേക്ക് വരുന്ന കുറേ സബ്ജക്റ്റുകളെല്ലാം ഈ ഇപ്പോഴത്തെ യൂത്തിൻ്റെയും ചെറുപ്പക്കാരുടെയും സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതെനിക്ക് നല്ലൊരു സക്സസ് ഉണ്ടാകുന്ന ഒരു സംഭവമാണെങ്കിൽ അത് ഞാൻ അപ്പോഴും അങ്ങനെ ആലോചിക്കും. എന്തായാലും നമ്മളിപ്പോൾ ഇപ്പോൾ ആസിഫൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് എനിക്ക്. അവരൊക്കെ നല്ല ഫഹദ്, എനിക്ക് നല്ല ബന്ധമാണ് ഫഹദുമായിട്ടൊക്കെ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ബിസിയാണ്. അപ്പോൾ അവരത്തൊക്കെ നമുക്ക് പോയി പെട്ടെന്ന് ചിലപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നോയൊന്നും പറയാൻ സാധ്യമല്ല. നല്ല സംഭവമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ നോയൊന്നും പറയത്തില്ല, എനിക്കറിയാൻ പറയില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളെ തഴഞ്ഞു വിടേണ്ട ഒരു സ്ഥിതിയൊന്നും അവരുടെ മുമ്പിൽ നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊക്കെ ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അവരെല്ലാം ഭയങ്കര വലിയ ബിസിയാണ്. അവരെല്ലാവരും ഇപ്പോഴത്തെ താരങ്ങളല്ല, എല്ലാം ബിസിയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വരട്ടെ നോക്കാം എന്നുള്ളതാണ് ഇരിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു കണക്ക് പുറത്തു വിട്ടല്ലോ, ഒരു വർഷത്തെ ഇത്ര പടങ്ങൾ. അത് കണ്ട ആരും സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. ചങ്ക് പൊട്ടുന്ന ഇതല്ലേ വന്ന്, അത് കറക്റ്റ് ആയിരിക്കുമോ? ഇപ്പോൾ പുറത്ത് വിട്ട് കറക്റ്റാണ്. അപ്പോൾ 50 കോടി. അതിൽ പിന്നെ വേറെ തർക്കം വന്നല്ലോ. വേറെ തർക്കം എന്ന് പറയുന്നത് മറ്റേ ഓഫീസർ സിനിമയിൽ തർക്കം വന്നല്ലോ, നമ്മുടെ ബോബൻ കുഞ്ചാക്കോടെ പറഞ്ഞു. അതെ. അപ്പം അവരത് ഓൾ ബിസിനസ്സാണ് കൂട്ടുന്നത്. വേൾഡ് മറ്റേ ഓവർസീസും സാറ്റലൈറ്റും മറ്റും. നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തു വിട്ടുന്ന കണക്ക് വെച്ചാൽ കേരളത്തിലെ തിയേറ്റർ ഷെയർ, അതാണ് നമ്മുടെ കണക്കെന്ന് പറയുന്നത്. അതാണ് അവർ പുറത്തു വിട്ടിരിക്കുന്നത്. അത് വളരെ ദയനീയമാണ്. 2.5 കോടി 5 കോടി മുടക്കിയ പടത്തിന് വന്നേക്കുന്നത് വെറും 10,000 രൂപ. അപ്പോൾ ആരെങ്കിലും സിനിമ എടുക്കുമോ? അതൊക്കെ. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ തോന്നുന്നു ഡയറക്ടേഴ്സ് എന്നെ വിളിച്ചത്, ഗിരീഷേട്ടാ ആ കണക്ക് വിട്ടതിന് ശേഷം പല പ്രൊഡ്യൂസർമാരും ഞങ്ങളെല്ലാം അഡ്വാൻസ് ഒക്കെ ആർട്ടിസ്റ്റിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പലരും പോലും ഇട്ടു പോക്കളാണ്. ഈ കണക്ക് വെളി വന്നതിന് ശേഷം ആരും അടുക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് പലരും ജീവനോട് ഓടുക. അതാ പറഞ്ഞത്. ശരിക്കും ആ കണക്ക് ഇവിടെ പുറത്ത് വിടാൻ പാടില്ലായിരുന്നല്ലേ? കണക്ക് പുറത്ത് വിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പ്രൊഡ്യൂസർമാർ ഓടി രക്ഷപ്പെടത്തില്ലേ? അത് രക്ഷപ്പെടണ്ടേ? ഇതിങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. എത്രയോ ഒരു പ്രൊഡ്യൂസർ ഇതിൽ ആകർഷിച്ച് വന്ന് ഈ പറയുന്ന അവസ്ഥയിലേക്ക് വന്ന് ആ കുടുംബം പോവുകയല്ലേ. എത്ര കുടുംബങ്ങൾ പോകുന്നു ഇങ്ങനെ. അതുകൊണ്ട് ആ കണക്ക് പുറത്തുവിട്ട നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ കണക്ക് ഒരു 10-25 വർഷം മുമ്പേ വിട്ടെങ്കിൽ ഞാനും എടുക്കില്ലായിരുന്നല്ലോ. നമ്മൾ വേറെ പഠിക്കുമല്ലോ. സുരേഷേട്ട ഒരു 25 വർഷം പുറത്തു വിട്ടത് നമ്മളും ഇതിനകത്ത് വരത്തില്ലല്ലോ. ഇപ്പം ശരിക്കും കുറച്ച് മനസ്സ് മടിച്ച് അല്ലേ ഈ മനസ്സ്, വല്ലാത്ത മനസ്സ്. അത് മാത്രമല്ല മനസ്സ് മടിച്ചത്, ഒന്ന് ഈ ഇടയ്ക്കുള്ള ഈ പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റും തമ്മിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, ഒരു സൗഹാർദ്ദ അന്തരീക്ഷം അല്ല. ഒരു സ്നേഹം ഒന്നും, ഒരു വിട്ടുവീഴ്ച, സ്നേഹം, ഒരു സൗഹൃദം ഒന്നും ഇല്ലാത്തൊരു മേഖലയായി. പക്ക പൈസ മേഖല മാത്രം. ഉള്ളി പൈസയുണ്ടോ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു മേഖലയായി മാറിപ്പോയി. അതുകൊണ്ട് അവിടെ ഒരു വിലയില്ലാത്ത മനസ്സ് മടിച്ചു. 5-6 പടം എടുത്തപ്പോഴേ തീർന്നു. എല്ലാവരും അവസ്ഥ അത് തന്നെയാണ്. എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെ അവസ്ഥ തന്നെയാണ്. പഴയ ആളുകളാരും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പഴയ എത്ര ബാനറുണ്ട് മലയാള സിനിമയിൽ. വമ്പൻ ബാനറുകൾ, ക്ലാസിക് ബാനറുകൾ, നല്ല സിനിമ എടുത്ത എത്രയോ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. എന്താണ് അവർ സിനിമ എടുക്കാത്തത്? ഒരുപാടുണ്ട്. പക്ഷെ എന്നാൽ സിനിമാ താരങ്ങൾ സിനിമ എടുക്കുന്നത് വിജയിക്കുന്നുണ്ടല്ലോ. സിനിമാ താരങ്ങൾ എടുക്കുന്നത് കുറേയൊക്കെ വിജയിക്കുന്നുണ്ട്. അപ്പോൾ അതെന്ത് വ്യത്യാസം വരുന്നത്? ഇപ്പോൾ ഗിരീഷ് ലാൽ എടുക്കുന്ന പടം പരാജയപ്പെടുന്നു, മമ്മൂട്ടി എടുക്കുന്ന പടം വിജയിക്കുന്നു. എന്തുകൊണ്ട്? അവരെടുക്കുന്ന പടം, ഞാൻ ഇപ്പം 5 കോടി ബഡ്ജറ്റിൽ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അവരെടുക്കുന്ന 50 കോടിക്കല്ലേ എടുക്കുന്നത്. പറയാൻ മനസ്സിലായില്ലേ? ആ 50 കോടിക്ക് എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പെർഫെക്ഷനും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുമല്ലോ. നമ്മൾ 5 കോടിക്കല്ലേ എടുക്കുന്നത്. ആ 5 കോടിക്കകത്തുള്ള പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് ജനങ്ങൾ, ഓഡിയൻസ് പുതിയത് കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളല്ലേ. അവർക്കത് പറ്റുന്നുണ്ട്, നമുക്കത് പറ്റുന്നില്ല എന്നാണ്. അതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും ഇപ്പോൾ പടം എടുക്കുന്നുള്ളത് ഉറപ്പാണ് ഇനി അല്ലേ? സിനിമ ചെയ്യും എന്നുള്ള മാറ്റമില്ല. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് നന്നായി നോക്കി
കണ്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും, ചെയ്യുള്ളൂ, അല്ലെ ചെയ്യത്തില്ല, അപകടത്തിലേക്ക് ചാടാൻ പറ്റില്ല. എല്ലാം പടത്തിൻ്റെ എല്ലാ ഷൂട്ട് നടക്കുന്ന സമയത്തൊക്കെ പോകും, എല്ലായിടത്തും പോകും, വെറുതെ ഇരിക്കത്തേ ഇല്ല. അതൊക്കെ പോകും. എന്തെങ്കിലും നടന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ളൊക്കെ ഒരു ഈ അഴകിയ രാവണൻ സിനിമയിലെ കഥ പറയുന്ന പോലെ നമുക്ക് അങ്ങനെയൊന്നും ഇനി അനുഭവം ഉണ്ടായിട്ടില്ല, എൻ്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാകുകയില്ല. ആർക്കെങ്കിലും പരിഗണന കിട്ടിയിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും അതൊക്കെ നമുക്കൊന്നും അങ്ങനെ ഒരു, പിന്നെ ഇത് ഈ അർഹിക്കുന്ന പരിഗണന എന്ന് പറയുന്നത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് തരുമ്പോൾ അങ്ങോട്ടും കൊടുക്കും, അങ്ങനെയാണല്ലോ അല്ലേ? ഇപ്പോൾ മോഹൻലാൽ ഇരിക്കുന്ന ഒരു സെറ്റിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്, ലാൽ സാർ എന്നെ കാണുമ്പോൾ എണീക്കണമെന്നില്ല. എണീക്കണമെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇരിക്കുന്ന ലൊക്കേഷനിൽ ലാൽ സാർ കടന്നു വരുമ്പോൾ ഞാൻ എണീക്കും, അത് മാനേജ്. മമ്മൂക്ക് വരുമ്പോൾ ഞാൻ എണീക്കും, ഈവൻ പൃഥ്വിരാജ് വന്നാലും ഞാൻ എണീക്കും. അതെന്തുകൊണ്ടാണ്? അത് അവിടെ ഈഗോ അടിച്ചിട്ട് കാര്യമല്ല. അവിടെ വരുന്നത് മലയാളത്തിലെ മഹാനായ മോഹൻലാലാണ്, മഹാനായ മമ്മൂട്ടിയാണ്, യൂത്തിൻ്റെ എന്താ പറയുക, മറ്റേ ഇപ്പോഴത്തെ യൂത്ത് ഐക്കൺ അതാണ് പൃഥ്വിരാജ്. അല്ല, തിരിച്ച് ചിന്തിച്ചാലോ, ഞാനല്ലേ പടത്തിന് പൈസ മുടക്കുന്നത്, അപ്പോൾ ഞാൻ എന്തുകൊണ്ട് എഴുന്നേക്കണം എന്ന് ചിന്തിച്ചാലോ? എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള ചിന്തിക്കുന്ന ആളുണ്ടാവും, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ അങ്ങനെ എൻ്റെ പർട്ടിക്കുലർ ആർട്ടിസ്റ്റിനോട് ഞാൻ അങ്ങനെ ബഹുമാനം അങ്ങോട്ട് കൊടുക്കാറുണ്ട്, അവരെനിക്ക് തരാം. പൃഥ്വിരാജ് വരുമ്പോൾ എഴുന്നേക്കും. തീർച്ചയായിട്ടും മണിക്കൽ സമയത്തൊക്കെ ഞാൻ എണീക്കാറുണ്ട്, പുള്ളി എന്നെ കാണുമ്പോൾ എണീക്കാറുണ്ട്. എന്നെ ചേട്ടനാണ് വിളിക്കുന്നത്, ഞാനും അങ്ങോട്ട് രാജു. അതൊരു സ്നേഹമാണ്, അല്ലാതെ അതിനകത്ത് എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു പാവം പ്രൊഡ്യൂസർ അല്ലേ? ആർക്കും പാവം പ്രൊഡ്യൂസറല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞ അർത്ഥം. അങ്ങനെ ഒരു ഈഗയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, ഈ സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയവും നമ്മളെ നാടകം അതുപോലെയുള്ള ഇത്തരം മീഡിയങ്ങളിൽ പരസ്പര സൗഹാർദ്ദവും സ്നേഹവും ഒന്നിച്ചുള്ള കൂട്ടായ്മയിൽ നിന്ന് മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ ഒരിക്കലും ഞാൻ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞ് ബലം പിടിച്ചത് നിൻ്റെ പണിയൊക്കെ പോകാമെന്ന് പറഞ്ഞ ആളാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളത്, അല്ലേ? അതെ. പിന്നെ പ്രൊഡ്യൂസർക്ക് ഇടപെടേണ്ട കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടത്, അനാവശ്യമായ കാര്യത്തിലല്ല നമ്മൾ ഇടപെടുക. നമ്മൾ കോസ്റ്റ് കുറയ്ക്കുക, നമ്മൾ നല്ല സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ആ സബ്ജക്റ്റിനനുസരിച്ചുള്ള ലൊക്കേഷൻസിൻ്റെ ഭീകരമായ റെൻറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇടപെടുക, നമ്മൾ ദൈനംദിന എക്സ്പെൻസുകൾ നമ്മൾ ഇടപെടുക, നോക്കുക, അത് ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക, പ്രൊഡക്ഷൻകാരുമായിട്ട് ഡിസ്കസ് ചെയ്യുക, ആർട്ടുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കോസ്റ്റ്യൂമൊക്കെ അത്ര വലിയ വിഷയങ്ങൾ വരാനില്ല. ആർട്ടും ഈ എക്സ്പെൻസ് കൂടുന്ന ഡെയിലി എക്സ്പെൻസ് ആർട്ട് അങ്ങനെ കൊടുക്കാൻ അവിടെയെല്ലാം നമ്മളൊന്ന് എത്തിച്ച് ഇടപെടുക, ഡയറക്ടർ കൺവിൻസ് ചെയ്യിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താം. ഈ സാന്ദ്ര തോമസ് പ്രൊഡ്യൂസറായിരുന്നല്ലോ, ഒരുപാട് പടങ്ങളും ചെയ്തിട്ടുണ്ട്. സാന്ദ്ര തോമസിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദമായല്ലോ, ഈ പ്രൊഡ്യൂസർ ചെയ്യേണ്ട ജോലി കൺട്രോളർമാരെ ഏൽപ്പിക്കും, കൺട്രോളർമാരെല്ലാം ഊറ്റലാണ്, കൺട്രോളർമാരെ വെക്കേണ്ട കാര്യമില്ലെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അതിനോട് യോജിക്കുന്നുണ്ട്? കൺട്രോളർമാർ പിന്നെ സാന്ദ്രയെ പരിചയമില്ല. ഞാനൊക്കെ ഈ പടം എടുക്കാതെ മാറിയതിന് ശേഷമാണ് സാന്ദ്ര രംഗത്ത് വന്നിട്ടുള്ളത്. അവർ നല്ലൊരു പ്രൊഡ്യൂസറായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം. പക്ഷേ ഈ കൺട്രോളർമാർ പ്രൊഡ്യൂസറായ കാര്യമാണ് ചോദിച്ചത്. അല്ല, കൺട്രോളർമാരുടെ ആവശ്യമേ ഇല്ലെന്ന്, തസ്തികയുടെ ആവശ്യമേ ഇല്ലെന്ന്, പ്രൊഡ്യൂസർമാർ തന്നെ മതിയെന്ന്, കൺട്രോളർമാർ ഊറ്റലാണെന്ന്. കൺട്രോളർമാർ അങ്ങനെ ഒരു ഇപ്പം എല്ലാം വളരെ പക്ക പ്രൊഫഷണലാണ്. ഇപ്പം അങ്ങനെയൊന്നും ഊറ്റലൊന്നും നടക്കത്തില്ല. ഇതൊക്കെ പണ്ടൊരു സാന്ദ്ര തോമസിന് ഒരുപാട് ഊറ്റിയെന്ന് പറയുന്നത് ഒരു പണ്ടൊരു പീരീഡ് സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അതൊക്കെ എല്ലാത്തിനും കംപ്ലീറ്റ് കൃത്യമായ കണക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ കൺട്രോളുടെ ആവശ്യം സിനിമയ്ക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകളെയും ടെക്നീഷ്യൻസിനെ എല്ലാം കൃത്യമായി പോയി പിന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു പ്രൊഡ്യൂസർക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല. കൺട്രോളുടെ ആവശ്യം തീർച്ചയായിട്ടും സിനിമയ്ക്കുണ്ട്. ഈ കൺട്രോളെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. അയാളെ നമ്മളൊന്ന് സേഫായിട്ട് കൂടെ നിർത്തി കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡയറക്ടർ, പിന്നെ ആർട്ട് ഡയറക്ടർ, കൺട്രോളർ, ഇങ്ങനെയുള്ള പൈസ അധികമായി പോകുന്ന ചില സ്ഥലങ്ങളും പൈസ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലങ്ങളും ഒക്കെ ഉള്ള ഫലങ്ങൾ ഇവരെല്ലാം ഒന്നിച്ചിരുത്തി അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദത്തിൽ പോയാൽ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. സാറിന് കൺട്രോളർമാർ ഉറ്റിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്? അവർ എൻ്റെ ഒരു കൺട്രോളർമാർ ഇന്നലെ എന്നെ പഠിച്ചിട്ടേ ഇല്ല, സത്യം. അതെങ്ങനെ അറിയാൻ പറ്റും? ഇവരെ എവിടെയൊക്കെയാണ് പിടിക്കുന്നത് അറിയാൻ പറ്റത്തില്ല. അല്ല, നമുക്കറിയാം. അതൊക്കെ പറയാം. ഇവർ പറയുന്നത് ഈ ആർട്ടിസ്റ്റുകൾക്ക് സത്യമുണ്ട്, അതൊക്കെ ഇല്ലെന്ന് ഞാൻ സിനിമയിലുണ്ടില്ലെന്ന് പറയില്ല. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് 1,00,000 രൂപ ശമ്പളം വാങ്ങുന്ന ആർട്ടിസ്റ്റായിരിക്കും. അപ്പം ഒരു പടത്തിൽ അയാൾക്ക് അത്യാവശ്യ ഘടകമെന്ന് ഡയറക്ടർ പറഞ്ഞാൽ അയാളുടെ അടുത്ത് പറയുന്നത് 2,00,000 രൂപ ഞാൻ വാങ്ങിച്ചു തരാം, അല്ല 50 രൂപ ഞാൻ എടുക്കും, അടുത്ത പടം നീ 1,50,000 രൂപ. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നുണ്ട് സിനിമ, ഇല്ലെന്ന് പറയുന്നില്ല. അത് ഒരു കുഴപ്പമുള്ള സ്ഥലമാണ്. മറ്റൊരു സ്ഥലം ലൊക്കേഷൻ ഹയർ ചെയ്ത സ്ഥലങ്ങൾ, റെൻറ്റിൻ്റെ സ്ഥലങ്ങൾ.
ഇവിടെയെല്ലാം അമിതമായ റെൻറ്റ് കൂട്ടി വാങ്ങിച്ച് കൊടുക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. പിന്നെ ഈ A to Z ഇതിൻ്റെ എക്സ്പെൻസ് എല്ലാം വരുന്നത് ഈ കൺട്രോളിലൂടെയാണല്ലോ. കൺട്രോൾ സൈൻ ചെയ്ത് കൊടുക്കുന്നതാണല്ലോ ക്യാഷ്യർ പാസ്സായി കൊടുക്കുന്നത്. ഒരു ലൊക്കേഷനിൽ ഡെയിലി എക്സ്പെൻസ് കൺട്രോൾഡ് കണ്ട് ആദ്യം പ്രൊഡക്ഷൻ കൺട്രോൾഡ് കണ്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ക്യാഷ്യർ പൈസയാക്കി കൊടുക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ചില കമ്മീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചില സ്ഥലങ്ങളൊക്കെ ഇവർ കണ്ടുവച്ചിരിക്കും. അവിടെയൊക്കെ ചില നിങ്ങളെപ്പോലെ പ്രൊഡ്യൂസർമാർക്ക് അത് അറിയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങളെപ്പോലെയുള്ള പ്രൊഡ്യൂസർമാർക്ക് അത് അറിയാൻ പറ്റുന്നില്ലല്ലോ. അറിയാം, അവിടങ്ങളിലേക്ക് നമ്മൾ ഇടപെട്ടാൽ അറിയാൻ പറ്റും. ഇടപെടാതിരിക്കുമ്പോൾ അറിയാൻ പറ്റത്തും. ഇപ്പോൾ ഒരു റെൻറ്റ് അല്ല ഒരു ഒരു സീൻ എടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകും. ആ സ്ഥലത്ത് ഒരു വീടായിരിക്കാം. അതിന് എന്ത് റെൻ്റ് ഉണ്ടെന്നുള്ളതും അവിടെ എന്താണ് നടക്കുന്നതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. പൂർണ്ണമായി അവരെ ഏൽപ്പിക്കുമ്പോൾ പ്രശ്നമില്ല.